ഹലോ, നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ശ്രീ അപ്പുക്കുട്ടൻ കോട്ടപ്പടി മാഷിൻ്റെ അനുസ്മരണവും ശിഷ്യന്മാരുടെ ചിത്രപ്രദർശനവുമാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. തൃശ്ശൂർ മേയറാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ തൃശ്ശൂരെത്തി, വിളക്ക് വെച്ചു, ഗാലറി ഓപ്പൺ ചെയ്ത് വിളക്ക് വെച്ചു. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. തൃശ്ശൂരുള്ളവരും ഒക്കെ വരും കാണാനായിട്ട്. ഈ എക്സിബിഷൻ്റെ പ്രത്യേകത നാച്ചുറൽ കളറിൻ്റെ വർക്കുമുണ്ട്, അതേപോലെ അക്രിലിക് പെയിൻറ്റും കൊണ്ട് ചെയ്ത വർക്കുകളുമുണ്ട്. നല്ല നല്ല വർക്കുകളാണ്. നിങ്ങൾക്ക് വരിക, കാണാം, അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വർക്കുകൾ കാണിക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഇവിടെയാണ് മാഷുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെ മാഷുടെ വർക്കുകളുടെയൊക്കെ കോപ്പിയാണ്. മാഷയെക്കുറിച്ചുള്ളൊരു പ്രൊഫൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലാണുള്ളത്. മാഷ് നാച്ചുറൽ കളറിൽ ചെയ്ത വർക്കാണ് ഇത്. വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ഒരു ചിത്രം മാത്രമാണ് ഒറിജിനൽ ഈ എക്സിബിഷനിൽ മാഷിൻ്റെ വച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് മറ്റ് ചിത്രങ്ങൾ. ഇത് എൻ്റെ പെയിൻറ്റിങ്. ഞാൻ മാഷെ തന്നെയാണ് വരച്ചതും. മാഷിൻ്റെ വീട്, അതേപോലെ മാഷ് എല്ലാ ദിവസവും രാവിലെ പോകുന്ന മമ്മിയൂർ അമ്പലം, ആനക്കോട്ടയിലെ ചിത്രങ്ങൾ, മാഷിൻ്റെ കസേര, മാഷ് ഉപയോഗിക്കുന്ന ബ്രഷും നിറങ്ങൾ വയ്ക്കുന്ന പാത്രമൊക്കെയാണ്, ചിരട്ടയൊക്കെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് നാച്ചുറൽ കളർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മുതൽ കണ്ടവരൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇന്ന് രാവിലെയും ഒരു എക്സിബിഷൻ കാണാനായിട്ട് ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നായിരുന്നു. ആ ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ നേരം ചിത്രത്തിലേക്ക് നോക്കിയിരുന്നിട്ട് പറഞ്ഞു, നന്നായി, എല്ലാവരും ദൈവങ്ങളുടെ പടമൊക്കെയാണ് വരച്ചേക്കണേ, ഗുരുനാഥനെ തന്നെ വരച്ചതിൽ വളരെ നന്നായി എന്ന് പറഞ്ഞു. ഈ ചിത്രവും നാച്ചുറൽ കളർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് നാരായണൻ എന്ന് പറയുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റിന്, മാഷിൻ്റെ ശിഷ്യന്, മാഷിൻ്റെ പേരിലുള്ള പുരസ്കാരവും പ്രശസ്തി പത്രവും 10,000 രൂപയും ഇന്നലെ നൽകുകയുണ്ടായി. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രിൻസിപ്പള് നളിൻ ബാബു സാറ് പങ്കെടുത്തിരുന്നു. അദ്ദേഹമാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത്. ഇത് ഗുരുകൃപ മ്യൂറൽസിൻ്റെ പേരിൽ ഇപ്പോൾ ഗുരുവരം എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. പ്രദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്, ആർട്ടിസ്റ്റാണ്. ഇത് രാജേന്ദ്രൻ മാഷിൻ്റെ ചിത്രമാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു അക്രിലിക് പെയിൻറ്റ് കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി.